സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കുള്ള വഴിയിലെ ബോർഡിൽ CPM മാർച്ചിനിടെ കരിയോയിൽ ഒഴിച്ച സംഭവത്തിൽ ഇപ്പോൾ സംസ്ഥാന വ്യാപക പ്രതിഷേധം ശക്തമാക്കുകയാണ് BJP. ഇതിന്റെ ഭാഗമായി ഇപ്പോൾ തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്കാണ് ഇപ്പോൾ BJP മാർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെയാണ് മണ്ഡലത്തിലേക്ക് സുരേഷ് ഗോപി തിരിച്ചെത്തുകയും ചെയ്തത്. അതിന് പിന്നാലെ ഇപ്പോൾ പ്രതിഷേധം ശക്തമാക്കുകയാണ്. ഇന്നലെയായിരുന്നു CPM മാർച്ചിനിടെ ദിശ ബോർഡിലേക്ക് CPM കരിയോയിൽ ഒഴിച്ചത്. അതിനെതിരെയാണ് ഇപ്പോൾ BJPയുടെ പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. കമ്മീഷണർ ഓഫീസിലേക്കാണ് ഇപ്പോൾ BJPയുടെ പ്രതിഷേധ മാർച്ച്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ, ശക്തമായ പ്രതിഷേധമാണോ BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്? ഈ തൃശൂർ നഗരത്തിലൂടെ BJP വലിയ ആളുകളെ കൂട്ടിക്കൊണ്ടുള്ള ഒരു ശക്തി പ്രകടനമായാണ് ഈ നടത്തുന്നത്. നിലവിൽ കോർപ്പറേഷൻ ഓഫീസിന് പരിസരത്ത് പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട്. BSN ഓഫീസിന് ഫ്രണ്ടിൽ ഇവരെ തടയുകയും ചെയ്തിട്ടുണ്ട്. ഈ ഏതാനും പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. നമുക്കറിയാം, ഈ തൃശ്ശൂരിലെ ഈ വ്യാജ വോട്ട് ആരോപണം എന്നുള്ളതിനപ്പുറം തെളിവായി തന്നെ പുറത്തു വന്നിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് CPM പ്രവർത്തകർ ഇന്നലെ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് MP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഇതിനിടെ MP ഓഫീസിന്റെ ബോർഡിലേക്ക് കരിയായിൽ ഒഴിക്കുകയും ഈ ചെരുപ്പുമാല അർപ്പിക്കുകയും ചെയ്യും. ഇത് ഒരു സംഘർഷത്തിൽ കലാശിക്കുകയും നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ BJP പ്രവർത്തകർ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ഉടൻ തന്നെ ജലപീരങ്കി പ്രയോഗിക്കും. ജലപീരങ്കിയുടെ ശബ്ദം കേട്ടതോടുകൂടി കുറെ BJP വനിതാ പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ ഒഴിഞ്ഞ് പോവുകയാണ്, മാറി നിൽക്കുകയാണ്. എന്തായാലും ഇതിന് സമീപത്തായി വലിയ തോതിൽ ആൾക്കൂട്ടം ഉണ്ട്. അതായത് പലർത്തായി ഇപ്പോ ഈ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ജലപീരങ്കി പ്രയോഗിച്ചു. കുറച്ച് പ്രവർത്തകർ ഈ ബാരിക്കേഡിന് സമീപത്ത് തന്നെ നിൽക്കുന്നു. വനിതാ പ്രവർത്തകരെല്ലാം തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഈ സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് കരിയോയിൽ ഒഴിച്ച ഓഫീസിന്റെ ബോർഡിലേക്ക് കരിയോയിൽ ഒഴിച്ചതുമായി ബന്ധപ്പെട്ട സംഘർഷം, അതിനെ തുടർന്ന് ഉള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ നടത്തുന്ന ഈ പ്രതിഷേധം. ഇതില് വലിയ തോതിൽ പ്രവർത്തകർ, സ്ത്രീകൾ ഉൾപ്പെടെ പ്രവർത്തകരുണ്ട്. ഇവർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ആരോപണങ്ങൾ, ഈ തെളിവുകൾ. ഇതിനെതിരെ BJPയുടെ നേതാക്കൾ, പ്രത്യേകിച്ച് ഈ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഇതുവരെ മറുപടി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇന്ന് പ്രതികരിച്ച BJPയുടെ നേതാക്കളും എന്തെല്ലോ കാര്യങ്ങൾ തങ്ങളുടെ ഒരു മിടുക്ക് എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പക്ഷെ കൃത്യമായ ഈ ചോദ്യങ്ങളോട് മറുപടിയില്ല. അതിനിടെയാണ് ഈ പ്രതിഷേധം കൂടി നടക്കുന്നത്. BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്യുക. തൃശൂരിൽ പോലീസ് കമ്മീഷണർ ഓഫീസ് ആസ്ഥാനത്തേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. പോലീസ് അവിടെ ജലപീരങ്കി പ്രയോഗിക്കുന്നു. ഇന്നലെ ഉണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലുള്ള പ്രതിഷേധ പരിപാടിയാണ്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനാണ് ഈ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചുവെങ്കിലും പ്രവർത്തകർ പൂർണ്ണമായും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് കള്ളവോട്ടുകൾ കൂടി ചേർത്താണ് എന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ പുതിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ടാവുന്നത്. സുരേഷ് ഗോപിക്ക് വേണ്ടി കള്ളവോട്ട് ചെയ്ത ആളുകളുടെ വിവരങ്ങൾ ഓരോന്നായി മീഡിയ വൺ പുറത്തുവിട്ടുകൊണ്ടേയിരിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അവിടെ വന്ന് ക്രമക്കേടിലൂടെ അധിക വോട്ടുണ്ടാക്കുന്നു. സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങൾ ഉണ്ടാക്കുന്നു, സുഹൃത്തുക്കൾ ഉണ്ടാക്കുന്നു, RSS നേതാക്കൾ ഉണ്ടാക്കുന്നു. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ തന്നെയും 2 വോട്ടർ IDയിൽ, ഒന്ന് തൃശ്ശൂരിലും ഒന്ന് തിരൂരിലും അദ്ദേഹം വോട്ടുള്ള ആളായി മാറുന്നു. ചോദിക്കുമ്പോഴെല്ലാം ചില വിദണ്ഡവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ കള്ളത്തരത്തിലൂടെ ചെയ്ത വോട്ടുകൾ കൂടിയുണ്ട് എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു. മറുപടി പറയാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ല. അദ്ദേഹം നിരന്തര മൗനവാത്മീകത്തിൽ പ്രവേശിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇന്നിപ്പോൾ തൃശ്ശൂരിൽ വന്നുവെങ്കിലും അദ്ദേഹത്തിന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചോ MP ഓഫീസിൽ വെച്ചോ അശ്വിനി ആശുപത്രിയിൽ വെച്ചോ ഒന്നും മാധ്യമങ്ങളോട് ഒന്നും സംസാരിക്കാൻ തയ്യാറായില്ല. സാധാരണ സിനിമാ തരത്തിലുള്ള സ്വഭാവത്തിലുള്ള ഡയലോഗുകൾ കൊണ്ട് മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന സുരേഷ് ഗോപി കംപ്ലീറ്റ് ആയിട്ട് ഒരു നേരത്തെ പറഞ്ഞ പോലെ കാൽക്കുലേറ്റഡ് സൈലൻസിലേക്ക് പോയിരിക്കുന്നു. തീരുമാനിച്ചുറപ്പിച്ചുള്ള മൗനം. ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യത്തിൽ മറുപടി പറഞ്ഞാൽ കർണാടകയിലെ മഹാദേവപുരയുടെ കാര്യത്തിലും മറുപടി പറയേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ് ആയിരിക്കും. ഇതിനെല്ലാം കൂടി മറുപടി പറയാൻ
നിന്നുരുകേണ്ടതില്ലല്ലോ എന്ന് അദ്ദേഹം തീരുമാനിച്ചതാണോ എന്നറിയില്ല. സുരേഷ് ഗോപി എന്തായാലും മൗനവാത്മീകത്തിൽ തന്നെ, ഒരക്ഷരം ഒരാളോടും അദ്ദേഹം ഉരിയാടുന്നില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മറുപടി ഇല്ലാഞ്ഞിട്ടാണ് എന്ന് ന്യായമായും നാം വിചാരിക്കണം. സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിൽ വന്ന് മടങ്ങിപ്പോയിരിക്കുന്നു. ഇന്നലത്തെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോൾ ഒരു പ്രതിഷേധ മാർച്ച് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തുകയാണ് BJP പ്രവർത്തകർ. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഈ മാർച്ചിന് നേതൃത്വം കൊടുക്കുന്നത്. കെ സുരേന്ദ്രൻ പക്ഷേ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് വിശദമായി തന്നെ സംസാരിച്ചിരുന്നു. ഞങ്ങൾ 10,60,000 കള്ളവോട്ട് ചേർക്കുമ്പോൾ നിങ്ങൾ LDFും UDFും എന്തെടുക്കുകയായിരുന്നു? പോയി ചത്തുകൂടെ എന്നാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത്. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനായി സുരേഷ് ഗോപി തൃശ്ശൂരിൽ തന്നെ ഉണ്ടാകും കേട്ടോ എന്ന് പറയുന്നു അദ്ദേഹം. ഇങ്ങനെ കുറുനരികൾ ഓരിയിടും എന്നാണ് അദ്ദേഹം CPM-നെയും CPI-യെയും കോൺഗ്രസിനെയും ഒക്കെ കുറിച്ച് പറയുന്നത്. എന്നാൽ സുരേഷ് ഗോപിയുടെ സഹോദരൻ ചേർത്ത കള്ളവോട്ടിനെ കുറിച്ച് അദ്ദേഹത്തിന് ഉത്തരമില്ല. സുരേഷ് ഗോപിയുടെ സുഹൃത്തു ചേർത്ത വോട്ടിനെ കുറിച്ച് ഉത്തരമില്ല. സുരേഷ് ഗോപി ഡ്രൈവർ ചേർത്ത വോട്ടിനെ കുറിച്ച് ഉത്തരമില്ല. BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ എറണാകുളം ജില്ലയുടെ പ്രഭാരിയായ V ഉണ്ണികൃഷ്ണന് 2 വോട്ടർ ID ഉള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് മറുപടിയില്ല. തൃശ്ശൂരിലെ ഒരു ഫ്ളാറ്റിൽ ഉടമയറിയാതെ 9 പേരെ കള്ളവോട്ടായി ചേർത്തതിനെ കുറിച്ച് ചോദിച്ചാൽ മറുപടിയില്ല. അതിന്മേൽ വല്ല പരാതിയുമുണ്ടോ? അതുമില്ല. പക്ഷെ ഇത് പറയും, ഗജവീരനായി സുരേഷ് ഗോപി ഉണ്ടാകും കേട്ടോ എന്ന്. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനായി. അപ്പുറത്ത് ഈ കുറുനരികൾ ഓരിയിടുന്നത് തുടരുമെന്നാണ്. വല്ല പരാതിയുമുണ്ടെങ്കിൽ കോടതിയിൽ പോകൂ എന്നാണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷന് പറയാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ കമ്മീഷനെ സമീപിക്കാൻ. കമ്മീഷന്റെ സമീപനം എന്താണ് എന്ന് നാം കണ്ടുകൊണ്ടേയിരിക്കുന്നതാണ്. സാജിദ് അജ്മൽ എന്നോടൊപ്പം തുടരുന്നു അവിടെ നിന്ന്. സാജിദ്, ഈ മാർച്ച് പിരിഞ്ഞു പോകുന്നില്ലേ ഈ ജലപീരങ്കി അടിച്ചിട്ടും? സാജിദിലേക്ക് ഞാൻ വരാം. വീണ്ടും അവിടേക്ക് തന്നെ പോവുകയാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു BJP പ്രവർത്തകരെ പിരിച്ചുവിടാൻ. പക്ഷെ അവർ പിരിഞ്ഞു പോകുന്നില്ല. ഇന്നലെ CPIM-മായി ഉണ്ടായ സംഘർഷത്തിൽ ചില BJP പ്രവർത്തകർ ആശുപത്രിയിലുണ്ട്. പരിക്കേറ്റു എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ സുരേഷ് ഗോപി അവിടെ വന്ന് സന്ദർശനം നടത്തുകയും പ്രവർത്തകരെ ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുകയും ചെയ്തു. അതിൻ്റെ പേരിലുള്ള പ്രതിഷേധ പ്രവർത്തകർ കെ സുരേന്ദ്രന് നേതൃത്വം കൊടുക്കുകയാണ്. കമ്മീഷൻ ഓഫീസിലേക്കുള്ള മാർച്ചിൽ ജലപീരങ്കി പ്രയോഗിക്കുന്ന പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഇത് വലിയ തോതിലുള്ള രാഷ്ട്രീയ സംഭവമായിട്ട് വികസിക്കുന്നുണ്ട്. പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നു. വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നു. അതിന് മറുപടി പറയാൻ BJP നേതാക്കൾ പ്രയാസപ്പെടുന്നു. എല്ലായിടത്തും BJP സെറ്റ് ചെയ്തിരിക്കുന്ന മറുപടിയുടെ സ്വഭാവം ഇതാണ്: ഞങ്ങൾ വോട്ട് ചെയ്തപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? ഇങ്ങനെ തോറ്റതിലുള്ള കരച്ചിൽ നിർത്തിയില്ലേ ഇതുവരെ? ഈ 2 ചോദ്യം, ഈ പറയുന്ന ടെംപ്ലേറ്റ് മറുപടികൾ മാത്രമേ BJPക്കുള്ളൂ. ഞങ്ങൾ അങ്ങനെ കള്ളവോട്ട് ചെയ്തെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു? അതല്ലെങ്കിൽ എന്താണൊരു മറുപടി? അതല്ലെന്നുള്ള മറുപടി എന്താണ്? ഈ ചെറിയ വോട്ടുകൾ കൊണ്ട് ഞങ്ങൾ ജയിക്കുമോ? നിങ്ങൾ തോറ്റതിൻ്റെ നിരാശ നിങ്ങൾക്ക് ഇതുവരെ മാറിയില്ലേ എന്നാണ്. എന്നാൽ തൃശ്ശൂരിലെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് 9 കള്ളവോട്ട് ചേർത്തല്ലോ, അതിനുത്തരമില്ല. എന്ന് മാത്രമല്ല, വിശദാംശങ്ങൾ ഓരോന്നായി പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവ കേവലമായ ആരോപണങ്ങളല്ല, ഇന്ന് കേരളത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുന്ന വസ്തുതയാണെന്നിരിക്കെ ആ വസ്തുതകൾക്ക് മറുപടി പറയാൻ കഴിയാതെ BJPയുടെ നേതൃത്വം പ്രയാസപ്പെടുന്നു നമ്മൾ കാണുന്നു. എന്നിട്ട് ഇത് പറയുകയാണ്: നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരനായി സുരേഷ് ഗോപി ഉണ്ടാവും. പക്ഷെ ആ ഗജവീരന് കഴിഞ്ഞ കുറേ ആഴ്ചകളായി ശബ്ദിക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം വലിയ സിനിമാറ്റിക് ഡയലോഗുകൾ പറയുന്ന ആളായിരുന്നു. പക്ഷെ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന് നിങ്ങളുടെ പേരിൽ ചേർത്ത വോട്ട് കള്ളവോട്ടല്ലേ എന്ന വെളിപ്പെട്ടു വന്ന വസ്തുതയെക്കുറിച്ച് മറുപടി പറയാൻ കഴിയുന്നില്ല. ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റിലായ കാര്യത്തിൽ കത്തോലിക്ക സഭയുടെ കൺസേൺ പങ്കുവയ്ക്കപ്പെടുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനുകൂടി അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുന്നില്ല. ശരി, സാജിദ് അജ്മൽ, എന്താണ് ഈ മാർച്ച് ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണോ? പോലീസിന് അവരെ പിരിച്ചുവിടാൻ കഴിയുന്നില്ലേ? നിഷാദ്, മാർച്ച് ഇപ്പോഴും തുടരുകയാണ്. തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്കാണ് മാർച്ച്. അതിന് സമീപത്തായി ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് ഈ പോലീസ് ഈ മാർച്ച് തടഞ്ഞിട്ടുണ്ട്. ഈ ബാരിക്കേഡിന് മുകളിൽ കയറി ഈ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നടന്നില്ല. പോലീസ് നിലവിൽ 2 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. ജലപീരങ്കി പ്രയോഗിക്കുന്ന സമയത്ത് വനിതാ പ്രവർത്തകരും മറ്റും മാറി നിൽക്കുമെങ്കിലും ഈ നിരവധി പ്രവർത്തകർ ഇപ്പോഴും അവിടുത്തെ
തന്നെ ഉണ്ട്. അത് ആളുകൾ പിരിഞ്ഞ് പോകാതെ തന്നെ തുടരുകയാണ്. അതിന്റെ ഉദ്ഘാടനം അടക്കമുള്ള പരിപാടിയിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ കേന്ദ്രമന്ത്രി ഇവിടെ നിന്ന് തൃശ്ശൂരിൽ നിന്ന് പോയി കഴിഞ്ഞു. അദ്ദേഹം കോതമംഗലത്ത് ഒരു പരിപാടിക്കായി അദ്ദേഹം പോയി കഴിഞ്ഞു. ഒരുപക്ഷെ ഇനിയും ജലപീരങ്കി പോലീസ് പ്രയോഗിക്കും. കുറച്ചിൽ അധികം പ്രവർത്തകരുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരൊരു വൈകാരികമായാണ് ഇതിനെ കാണുന്നത്. കാരണം സുരേഷ് ഗോപിയുടെ ഓഫീസിന്റെ ബോർഡിന് നേരെ കരിയോയിൽ ഒഴിച്ചു. ഇത് ഈ CPMന്റെ പ്രതിഷേധത്തിനിടെയാണ്. ഇത് കൊണ്ട് തന്നെ CPM ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തുന്നു. അത് സംഘർഷത്തിൽ കലാശിക്കുന്നു. വീണ്ടും ഈ CPMഉം BJPയും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടാകുന്നു, സംഘർഷമുണ്ടാകുന്നു. അതിൽ ആളുകൾക്ക് പരിക്കേൽക്കുന്നു. അതിൽ പ്രതിഷേധിച്ചുള്ള ഒരു കമ്മീഷണർ ഓഫീസ് മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഒരുപക്ഷെ ഇനിയും ജലപീരങ്കി പ്രയോഗിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. സംസ്ഥാന നേതാവ് ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ഈ ജലപീരങ്കി കൊണ്ട് നിൽക്കുകയും ചെയ്തിരുന്നതാലും കെ സുരേന്ദ്രനാണ് ഉദ്ഘാടനം. പ്രത്യേകിച്ച് ഈ ആരോപണങ്ങളിൽ കൃത്യമായി വന്ന തെളിവുകളിൽ യാതൊരു മറുപടിയും പറയാതെ സുരേഷ് ഗോപി ഇവിടെ നിന്ന് പോയി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ സംഘർഷ സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് തൃശൂർ നഗരത്തിൽ നിലവിൽ ഉള്ളത്. നിഷാദ്, സാജിദാണ് തൃശ്ശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. തൃശ്ശൂരിലെ പ്രതിഷേധ മാർച്ച് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ജലപീരങ്കിക്ക് ശേഷവും തിരിഞ്ഞു പോകാൻ BJP നേതാക്കൾ തയ്യാറാവുന്നില്ല. ഇന്നലത്തെ മാർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ ഉള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. പോലീസ് മതിയായ നടപടിയെടുക്കുന്നില്ല എന്നാണ് BJPയുടെ ആക്ഷേപം.